ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആയിഷ ടോക്ക്. ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണമായിട്ടാണ് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് 1 വീക്കായി. അതിനുശേഷമാണ് എഡിറ്റ് ചെയ്യുന്നുള്ളത്. ആദ്യം കാണിക്കുന്നത് ഫ്രണ്ട്സ് പാർട്ടിയാണ്. ബ്രൈഡ് രാവിലെ തന്നെ ഒരുങ്ങാണ്. ബ്രൈഡിനേക്കാൾ കൂടുതൽ ബ്യൂട്ടി മെൻറ്റാലിറ്റി ഉള്ളത് കുട്ടികളാണ്. അവരാണ് കുറച്ചും കൂടി ലിപ്സ്റ്റിക് ഇടുന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ ആദ്യം റെഡിയാക്കി. അതിനുശേഷം വന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളും ഫുഡ് കഴിച്ചു. ഫുഡാണല്ലോ മുഖ്യം. ഫുഡ് കഴിച്ചതിന് ശേഷം ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്ന് കേക്ക് ഉണ്ടായിരുന്നു. അവർ കേക്ക് കട്ടാക്കി. പിന്നെ കേക്ക് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും എന്നുള്ളതാണ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ വീടാകെ അലങ്കോലമായി. അതൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം നിക്കാഹ് കഴിഞ്ഞ് ആണുങ്ങളൊക്കെ വന്നു. അവർ വരുമ്പോഴത്തേക്കും ഡ്രസ്സും ഗോൾഡും ഉണ്ടായിരുന്നു അവൾക്ക് പിറ്റേ ദിവസം ഇടാനുള്ളത്. അതിനുശേഷം പാട്ടും ഡാൻസും ഒക്കെ ആയി നമ്മൾ കല്യാണം പൊളിച്ചു എന്ന് വേണം പറയാൻ. നല്ല ഉണ്ടായിരുന്നു. ഇതെൻ്റെ കസിനാണ് കളിക്കുന്ന ഡാൻസ്. അവർ തന്നെ സ്വന്തമായി പഠിച്ച് കളിച്ചതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ ഡാൻസ് ഒന്ന് കണ്ടു നോക്കൂ. ഈ ഡാൻസിന് ശേഷം ബോയ്സ് പാട്ട് വെച്ചൊരു പിള്ളേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചു. നല്ല ഉണ്ടായിരുന്നു എല്ലാ ഗിഫ്റ്റും. അതിനുശേഷം പിറ്റേ ദിവസം ബ്രൈഡിനെ ഒരുക്കാൻ വേണ്ടി മേക്ക് ഓവർ ടീം എത്തി. നമ്മൾ കുറേ ഐസൊക്കെ കഴിച്ച്. ഈവനിങ് ആണ് പാർട്ടി. നമ്മളെല്ലാവരും ഒരുങ്ങി പോവുകയാണ്. കർണാടകത്താണ് കല്യാണം. നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ ട്രാഫിക് കിട്ടി. നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ എവിടെ പോവുകയാണെങ്കിലും 1 hour മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങേണ്ട ഒരു മുൻകരുതലുണ്ട്. നമ്മൾ പോകുമ്പോഴത്തേക്ക് കുറേ ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോഴത്തേക്ക് ഭയങ്കര കാർമേഘമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ കിട്ടി. പിന്നെ വീണ്ടും നമ്മൾ കർണാടക ബോർഡർ കിടക്കുമ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു. പിന്നെ നല്ലൊരു സൺസെറ്റും കൂടെ കാണാൻ സാധിച്ചു. നമ്മൾ അത് കഴിഞ്ഞ ശേഷം ഇത് നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ബസ്സാണ്. ഒരു ബസ് ഉണ്ടായിരുന്നു. നമ്മൾ അവർ ഓവർടേക്ക് ചെയ്തു. പെട്രോൾ പമ്പിലെത്തിയപ്പോൾ ബസ് നമ്മൾ വീണ്ടും ഓവർടേക്ക് ചെയ്തു പോയി. നമ്മൾ പമ്പിലെത്തി. നമ്മൾ പെട്രോൾ അടിച്ചു. പെട്രോൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. കർണാടകത്ത് 10 രൂപ കുറവാണ് കേരളയെ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ലൊക്കേഷൻ തെറ്റി. നമ്മളത് ലൊക്കേഷൻ വീണ്ടും ചെക്ക് ചെയ്ത് പോവാണ്. അങ്ങനെ നമ്മൾ അവസാനം ഹാളിലോട്ട് എത്തി. ബ്രൈഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. ബസ് ആദ്യം എത്തിയിരുന്നു. നമ്മളെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് കർണാടകത്തെ ഒരു കല്യാണം കൂടുന്നുള്ളത്. ഒരു ഇൻ്റർ സ്റ്റേറ്റ് കല്യാണമായിരുന്നു ഇത്. നമ്മൾ ഹാളിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പായിട്ട് ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. നമ്മളെല്ലാവരും ജ്യൂസും കൂടി അകത്തോട്ട് കയറി. പിന്നീട് ബ്രൈഡ് ഭയങ്കര ബിസിയായി ഫോട്ടോ എടുക്കുന്നതിലൊക്കെ. ഭയങ്കര നല്ലൊരു ഇവൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായത്. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. അതിനുശേഷം ഗ്രൂമിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു സ്ക്രീൻ ഇട്ടിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കർണാടകത്തെ കല്യാണം കൂടുന്നതെന്ന് പറഞ്ഞല്ലോ. നല്ല ഉണ്ടായിരുന്നു ഫുഡ്. പലതരം ഫുഡ് ഉണ്ടായിരുന്നു. ബിരിയാണി, ടിക്ക, കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതിനുശേഷം അകത്തുള്ള ഭയങ്കര റഷ് ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ടൊരു വാട്ടർഫാൾ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ചറുമുറു, പാനിപ്പൂരി, ഉപ്പിലിട്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചു. അതിനുശേഷം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി ആയിരുന്നു. പിന്നെ അവിടുത്തെ ഇവൻറ്റിനെ കുറിച്ച് പറയാനൊന്നുമില്ല. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. നല്ലൊരു കല്യാണമായിരുന്നു. നമ്മൾ കല്യാണം അടിച്ച് പൊളിച്ചു എന്ന് വേണം പറയാൻ. പിന്നീട് ക്യാമറാമാൻ്റെ ഒരു അംഗമായിരുന്നു അവിടെ. ക്യാമറാമാൻ നമ്മളെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല ഫോട്ടോ എടുക്കാൻ. അവർക്ക് അവരൊരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അവളോട് യാത്ര പറഞ്ഞു. അവൾ ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പോയിരുന്നു. നമ്മൾ ജ്യൂസും കുടിച്ച് കേരളത്തിലോട്ട് മടങ്ങി പോവാണ്.